അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൂറത്തുൻ നഹലിൻ്റെ സംക്ഷിപ്ത രൂപത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സൂറത്തുൻ നഹലിൽ അള്ളാഹു പരാമർശിച്ച ഒരു വിഷയം, സത്യനിഷേധികൾ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായിട്ട് ആരോപിച്ചിരുന്നു. എന്നാൽ മക്ക മുശ്രിക്കുകളുടെ അവസ്ഥ, അവർക്ക് പെൺകുട്ടികൾ ഉണ്ടാകുന്നത് അപമാനമായി കരുതുകയും അവരിൽ ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന സന്തോഷവാർത്ത ലഭിക്കുകയാണെങ്കിൽ അവരുടെ മുഖം കരുവാളിച്ചുകൊണ്ട് അവർ ജനങ്ങളിൽ നിന്ന് ഓടിമറയുകയും അപമാന ഭാരം കൊണ്ട് ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കണോ അതല്ല അതിനെ കുഴിച്ചു മൂടിക്കൊണ്ട് തങ്ങൾ അഭിമാനത്തോടെ ജീവിക്കണോ എന്ന് ആലോചിച്ചിരുന്ന ഘട്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് അപമാനമായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ചാർത്തി വെക്കുകയാണോ എന്ന് അള്ളാഹു ആക്ഷേപസ്വരത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട്. മനുഷ്യർ ചെയ്യുന്ന തിന്മകളുടെ പേരിൽ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ആസ്വാദനവും ഉണ്ടാവുകയില്ലെന്നും, എന്നാൽ അള്ളാഹു മനുഷ്യരെ ശിക്ഷിക്കുന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നും ഈ സൂറത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാലികളിൽ മനുഷ്യർക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വീണ്ടും ഈ സൂറത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കാലികളുടെ വയറ്റിൽ രക്തത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഇടയിൽ നിന്ന് ശുദ്ധമായ പാനീയം, രുചികരമായ പാനീയം, പാൽ നമുക്ക് കുടിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്നു. അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. വ്യത്യസ്ത ഇനം കായ്കനികളും പഴവർഗ്ഗങ്ങളും മുന്തിരിയും ഈത്തപ്പഴവും ഒക്കെ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നാം ആലോചിക്കാൻ വേണ്ടിയാണ്. തേനീച്ചകൾക്ക് അള്ളാഹു ദിവ്യബോധനം നൽകുന്നതും അവ തേൻ ശേഖരിച്ച് രുചികരമായ പാനീയമായി മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അത് ലഭിക്കുന്നതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് ഈ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർ വ്യത്യസ്ത കാലയളവുകൾ ജീവിക്കുന്നവരാണ്. ചിലരെ അള്ളാഹു സൃഷ്ടിച്ച് വളരെ പെട്ടെന്ന് മരിപ്പിക്കുന്നു, മറ്റു ചിലർക്ക് അങ്ങേയറ്റം എത്തുന്ന രൂപത്തിൽ വാർദ്ധക്യം അങ്ങേയറ്റത്തെത്തുന്ന രൂപത്തിൽ അവർക്ക് ആയുസ് നൽകുകയും ചെയ്യുന്നു. ഓരോരുത്തരുടെയും അജ്ജല് അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ്. അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട്, ഇതൊന്നും ഇല്ലാത്ത ആളുകളെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപജീവനം പോലും നൽകാൻ സാധിക്കാത്ത ആളുകളെ നിങ്ങൾ ആരാധിക്കുകയാണോ? എന്ത് രൂപത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് നിങ്ങൾ അവരെയും അള്ളാഹുവിനെയും സമന്മാരാക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഒന്നിനും കഴിയാതെ എല്ലാറ്റിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരാളെ കുറിച്ച് ഉപമ പറഞ്ഞുകൊണ്ട്, അയാളെപ്പോലെയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെല്ലാം, അവർക്ക് എല്ലാ കാര്യത്തിനും അള്ളാഹുവിനെ ആശ്രയിക്കണം, എന്നിട്ട് നിങ്ങൾ അവരെ അള്ളാഹുവിന് പകരക്കാരാക്കുകയാണോ? മനുഷ്യരെ അവരുടെ മാതാക്കൾ പ്രസവിക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത ആളുകളായിരുന്നു അവർ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവർക്ക് കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും ഒക്കെ നൽകി. നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ, ശാന്തമായി ജീവിക്കാൻ പറ്റിയ പാർപ്പിടങ്ങളും വ്യത്യസ്ത രൂപത്തിൽ ഉപകാരങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ കാലി സമ്പത്തും ഒക്കെ നൽകിയത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നാം ഒരിക്കലും അവൻ്റെ അനുഗ്രഹങ്ങളോട്
നന്ദികേട് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ അധ്യായത്തിലൂടെ അള്ളാഹു നൽകുന്ന മറ്റൊരു കൽപ്പന നമ്മോട് നീതിയും നന്മയും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. നീതി നടപ്പിലാക്കുക, നന്മയുടെ വാഹകരാവുക, അടുത്ത ബന്ധുക്കൾക്കും മറ്റുമൊക്കെ സഹായങ്ങൾ നൽകുക, മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ഇങ്ങനെ ഒട്ടനവധി സതുപദേശങ്ങൾ വിശ്വാസികൾക്ക് അള്ളാഹു ഈ അധ്യായത്തിലൂടെ നൽകുന്നുണ്ട്. അള്ളാഹുമായുള്ള കരാറുകളെ ലംഘിക്കരുത്. കരാറുകൾ അള്ളാഹുമായിട്ടുള്ളത് മാത്രമല്ല, മനുഷ്യരുമായി ഉണ്ടാക്കുന്ന കരാറുകളും അതിപ്രധാനമാണ്. കരാറുകളൊക്കെ ഉണ്ടാക്കി അത് ലംഘിക്കുന്ന ആളുകളെ കുറിച്ച് നേർത്ത നൂലുകൾ പിരിച്ചു ബലിഷ്ഠമായ ഒരു കയറുണ്ടാക്കിയ ശേഷം വീണ്ടും ആ കയറ് പിരിയുടച്ച് പഴയ രൂപത്തിലുള്ള നൂലുകളാക്കി മാറ്റുന്ന ഒരു സ്ത്രീയുടെ ഉപമ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതുപോലെ ആകരുത്. അള്ളാഹുമായി ഒട്ടനവധി കാര്യങ്ങളിൽ നിങ്ങൾ കരാറിൽ ഏർപ്പെടുകയും പിന്നെ ആ കരാറ് നിങ്ങൾ തന്നെ ലംഘിച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത് എന്ന് അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട്. അള്ളാഹുൽ വിശ്വസിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന ആൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു ജീവിതമായിരിക്കും അള്ളാഹു നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള ഒരു മര്യാദ കൂടി ഇവിടെ പഠിപ്പിക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഇസ്തിആദത്ത് ചൊല്ലിക്കൊണ്ട് ആയിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് അള്ളാഹു ഈ അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ നസ്ഖ് ചെയ്യുമ്പോൾ, അഥവാ ഒരായത്തിന് പകരമായി മറ്റൊരു ആയത്ത് ഇറങ്ങുമ്പോൾ ഇത് തോന്നിയ രൂപത്തിൽ പറയുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് ദൈവിക വചനങ്ങളല്ല, മുഹമ്മദ് നബിയുടെ വാക്കുകളാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന ശത്രുക്കൾക്ക് അള്ളാഹു ഒരായത്തിന് പകരം ഒരായത്ത് മാറ്റുകയാണെങ്കിൽ, അതിലെ മതവിധി മാറ്റുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് മറ്റൊരു ആയത്തിലൂടെ നൽകുന്നുണ്ട് എന്ന സന്ദേശം കൂടി ഈ ഖുർആൻ നൽകുന്നുണ്ട്. അഥവാ ഇത് ദൈവിക വചനങ്ങൾ തന്നെയാണ് എന്ന് കൃത്യമായ ഉറപ്പ് അള്ളാഹു നൽകുകയാണ്. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഹറാമും ഹലാലുമൊക്കെ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ മനുഷ്യർക്ക് ഹാനികരമാകുന്ന, അവന് കഴിക്കാൻ പാടില്ലാത്ത, പറ്റാത്ത, അവന് ഉപദ്രവം ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ നിഷിദ്ധമാക്കി വെക്കുന്നു. അത് പിന്നീട് നാം ഹലാലാക്കാനോ അത് കഴിക്കാവുന്നതാണ് എന്ന് നമ്മുടെ ഇഷ്ടത്തിന് പറയാനോ പാടില്ല. നിങ്ങളുടെ നാവിന് തോന്നിയ രൂപത്തിൽ നിങ്ങൾ ഹലാലും ഹറാമും നിശ്ചയിക്കരുത് എന്ന് അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം പൊതുവിൽ ഹറാമായ ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ടത്, ഇതൊക്കെ വിശ്വാസികൾക്ക് കഴിക്കാൻ പാടില്ലാത്ത നിഷിദ്ധമായ ഭക്ഷ്യവസ്തുക്കളാണ് എന്നുകൂടി ഈ അധ്യായം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ച്, അദ്ദേഹം എല്ലാ നിലക്കും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ആൾ, എല്ലാ നന്മകളുടെയും മാതൃകയായ ഒരാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു സമുദായം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു സമുദായമായിരുന്നു അദ്ദേഹം എന്ന് ഈ അധ്യായത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രബോധനം ചെയ്യേണ്ട രീതി, പ്രബോധകൻ ഉൾക്കൊള്ളേണ്ട മര്യാദ, അത് ഈ അധ്യായം നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. തത്വജ്ഞാനവും യുക്തിസഹമായ സംസാരവും സതുപദേശവും ഒക്കെയാണ് ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ടത്. ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അവൻ മറ്റുള്ളവരോട് സംവദിക്കേണ്ടത്. തൻ്റെ എതിരാളിയെ വായടപ്പിക്കുക എന്നതായിരിക്കരുത്, പകരം അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കണം ഒരു വിശ്വാസി നടത്തുന്ന സംവാദത്തിന്റെ ലക്ഷ്യം എന്നുകൂടി ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും നിലക്ക് നമ്മോട് ശത്രുതയും അതിക്രമവും കാണിക്കുന്ന ആളുകളോട് ആവശ്യമാണെങ്കിൽ അതേ അളവിൽ തിരിച്ചടിക്കാം, എന്നാൽ അവരോട് പ്രതികാരം ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാകരുത് എന്നും, പ്രബോധന മാർഗത്തിൽ, വിശ്വാസ ജീവിത മാർഗത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ
ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് അള്ളാഹുവിന് വക്കൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നും ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹു ക്ഷമാലുക്കളുടെയും ഭക്തരുടെയും സുഹൃതം ചെയ്യുന്ന ആളുകളുടെയും കൂടെയാണ് എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.